നമ്മുടെ കീ ചെയിൻ എങ്ങനെയുണ്ട്? നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പൊ ഈ ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ? ക്ലേ വെച്ചിട്ടാട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള മിനി പോട്ടും അതുപോലെ ഈ കീ ചെയിൻ ഒക്കെ ഒരുമിച്ചാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തുണ്ടാക്കുമ്പോൾ ഒരു ക്ലൗഡിന്റെ ഡിസൈനിലേക്ക് പോവാണ്. എന്താണെന്നറിയില്ല, ക്ലൗഡിനോട് വല്ലാത്തൊരു ഇഷ്ടം ഈ ഇടയായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇനി പുതിയ എന്തെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ ചെയ്ത് നോക്കാലോ. പിന്നെ ഈ ക്ലൗഡ് ഷേപ്പ് വെച്ചിട്ട് തന്നെ നമ്മളൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കണോ വേണ്ടേന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ ക്ലേ ഇങ്ങനെ ക്ലൗഡിന്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് നല്ല വൃത്തിക്ക് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെള്ളം വെച്ചിട്ടൊന്ന് സ്മൂത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കീ ചെയിൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കണ്ണും മൂക്കും വരച്ചു കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നിയത്. അതുവരെയുള്ള സ്റ്റെപ്പൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ചെയ്തു. പ്രത്യേകിച്ച് ഈ ക്ലൗഡിന്റെ ഷേപ്പ് ഉണ്ടാക്കുന്നതും അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കണ്ണും മൂക്കും വരച്ചു കൊടുക്കുന്നത് ഞാൻ പെട്ടു. കാരണം 2-3 പ്രാവശ്യം അത് വൈപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും വരച്ചിട്ടാണ് ഒന്ന് സെറ്റ് ആക്കി എടുത്തത്. പിന്നെ കീ ചെയിൻ ആണ് ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ ഹോൾ ഇടാൻ മറക്കരുത്. നമ്മൾ ഈ ക്ലൗഡിന്റെ കൂടെ ഒരു ഹാർട്ടും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഹാങ് ആയിക്കിനെ കിടക്കുന്നത് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഞാനൊരു ഹാർട്ട് ഷേപ്പും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. കാരണം നമുക്ക് കീ ചെയിന്റെ റിങ് അതിനകത്തേക്ക് കൊള്ളണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഇടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര കട്ടിയായി പോയി. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കീ ചെയിന്റെ ഹാങ് ചെയ്യുന്ന സാധനം അതിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ക്ലേ ബാക്കി വന്നപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലൗഡ് ഷേപ്പിന്റെ മുകളിൽ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മിനി പോട്ടും ഈ കീ ചെയിനൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ട് നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിന്റ് അടിക്കേണ്ട പരിപാടി കൂടെ ഉള്ളൂ. നമ്മുടെ ഫ്ലവർ ഇവിടെ പിങ്ക് കളറിലാട്ടോ ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത്. സെന്ററിൽ ഒരു വൈറ്റ് കളറും നമ്മുടെ ഫ്ലവേഴ്സിന് പിങ്ക് കളറും കൂടെയാണ് ഉദ്ദേശിച്ചത്. ഹാർട്ടിനും പിങ്ക് കളർ തന്നെ ആട്ടോ അടിക്കാൻ വിചാരിച്ചേക്കുന്നത്. നമ്മുടെ ക്ലൗഡിന്റെ കീ ചെയിൻ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ക്ലേ വെച്ചിട്ട് ഇനി എന്തെങ്കിലും സാധനം ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. എന്നെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലൗഡിന്റെ കീ ചെയിൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു കണ്ണും മൂക്കും വരക്കുന്ന സംഭവം. ആദ്യം ഞാനൊരു കണ്ണും മൂക്കും വരച്ച്, പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അത് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത കണ്ണും മൂക്കും വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം വരച്ചിട്ടുള്ള മുഖമാണോ അതോ രണ്ടാമത് വരച്ചിട്ടുള്ള മുഖമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ. രണ്ടാമത് വരച്ചതിൽ കണ്ണ് മാത്രം വരക്കുന്നതേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ, ബാക്കി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ശ്രദ്ധയോടെ ചെയ്താൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ശ്രദ്ധിക്കണോ ഇത് ശ്രദ്ധിക്കണോ എന്ന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ നമ്മുടെ കീ ചെയിൻ കീ ചെയിൻ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ മിനി പോട്ടിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.